ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസും അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റും കൂടി നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊന്നും വലിയ പഴക്കമില്ല, ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം. ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്തായാലും വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി എടുക്കണം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. കംപ്ലയിൻ്റ് എന്ന് പറയാവുന്നൊരു കണ്ടീഷനൊന്നും ആയിട്ടില്ല. നോർമൽ തേയ്മാനമുണ്ട്, അതല്ലാതെ കൊണ്ട് മേജറായിട്ട് വേറെ കാര്യമായിട്ടുള്ള തേയ്മാനോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ നമുക്ക് മാറ്റാനുള്ള ഇതൊന്നും ആയിട്ടില്ല. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം. ഈ സെൻറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ചെറിയൊരു പൊട്ടൽ പോലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെയാണ് നോക്കാം. അപ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം കാണുകയാണെങ്കിൽ ആ സർവീസിൽ നമുക്ക് മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കണം. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.80 റേഞ്ചിലേക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്കുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ്. ആക്സിലേറ്ററിൻ്റെ തിരിച്ചു വെച്ചാൽ നമുക്ക് ഒട്ടും ഫ്രീ പ്ലേ ഇല്ല. കാരണം ഇപ്പോൾ തിരിച്ചു വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ആ രീതിയിൽ തന്നെ നിൽക്കാം. കാരണം ഇതിന് നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ BS6 മോഡൽ വണ്ടിക്ക് 2 ആക്സിലേറ്റർ കേബിളാണ് വരാം. ആക്സിലേറ്റർ കേബിൾ A ത്രോട്ടിൽ B ത്രോട്ടിൽ 2 കേബിളുകളാണ് വരാം. അപ്പോൾ മാറ്റുമ്പോൾ രണ്ടും കൂടി സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഏകദേശം നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാത്രം മാറ്റി വരുമ്പോൾ ലേബർ ചാർജും പാർട്സിൻ്റെ അടക്കം എമൗണ്ട് ഏകദേശം ഒരു 880 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബാക്കിയത്തെ വർക്കുകളെല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്നതാണ്. ആക്സിലേറ്റർ കേബിളിൻ്റെ അഡീഷണൽ വരാം. കാരണം എന്താ വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ബോഡി അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബാക്കിയത്തെ എല്ലാ വർക്കുകളും തന്നെ ജനറൽ സർവീസിനകത്ത് ഉൾക്കൊള്ളണമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണെന്നാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും, ബ്രേക്ക് ക്ലീൻ ചെയ്യും, ക്യാമിൻ്റെ ഭാഗത്ത് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ആ പ്ലഗൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പോയിൻ്റൊക്കെ ഇച്ചിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റും കൂടി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് ജനറൽ സർവീസും ഓൾറെഡി എഞ്ചിൻ ഓയിൽ, പൊല്യൂഷൻ ടെസ്റ്റ്, അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. അതിനിടയിൽ വന്നേക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. അത് നോർമൽ കുറച്ച് കൂടി കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. മാറ്റുമ്പോൾ രണ്ടും കൂടി സെറ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ആക്സിലേറ്റർ കേബിളും ജനറൽ സർവീസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരണം. ഒന്ന് വീഡിയോ കാണാം, നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ലേറ്റായിട്ടാണ് തീരുള്ളൂ. ഓക്കെ.